ഹായ്, എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു വിചാരിക്കുന്നു. ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ്ങിനെ കുറിച്ചാണ്, അതായത് അനോമലി സ്കാനിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനോമലി സ്കാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാമത്തെ സ്കാനാണ്. അതായത് ആദ്യത്തെ സ്കാൻ എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് സ്കാൻ. അതിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ യൂട്രസിനകത്താണോ പുറത്താണോ പ്രഗ്നൻസി ഫോം ചെയ്തിരിക്കുന്നത്, അതെല്ലാം, അതുപോലെ ഏത് ടൈപ്പാണ് അതെല്ലാം നമ്മൾ അറിയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ NT സ്കാനുണ്ട്. അത് 11 തൊട്ട് 13 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യുന്ന സ്കാനിങ് ആണ്. ഇതും അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. ഗർഭപാത്രത്തിൻ്റെ അകത്ത് കുഞ്ഞിൻ്റെ കഴുത്തിനടിയിലുള്ള ദ്രവത്തിൻ്റെ അളവാണ് ഇതിലൂടെ നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഒരു 3.5 കൂടുതലാണെങ്കിൽ കുഞ്ഞിന് ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് തകരാറുകൾ ഉണ്ടാകാമെന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. ഇനി 18 ആഴ്ചയ്ക്കും 22 ആഴ്ചയ്ക്കും ഇടയിലാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത്. ഇതൊരു 2D സ്കാനാണ്. ഇത് ചെയ്യുന്നത് ട്രാൻസ് വജൈനൽ അല്ല, ട്രാൻസ് അബ്ഡോമിനൽ ആണ്. ട്രാൻസ് അബ്ഡോമിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടെ സ്കാൻ ചെയ്യുന്നതാണ്. ട്രാൻസ് വജൈനൽ ആണെങ്കിൽ വജൈന വഴി ചെയ്യുന്നതിനാണ്. അപ്പോൾ ട്രാൻസ് അബ്ഡോമിനൽ സ്കാനാണ് ഭൂരിഭാഗം അനോമലി സ്കാനിങ് ചെയ്യാറ്. ഈ അനോമലി സ്കാനിങ്ങിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരിക വികാസം, വളർച്ച, സ്ഥാനം, വൈകല്യങ്ങൾ എന്നിവ വളരെ സൂക്ഷ്മമായി തന്നെ അനോമലി സ്കാനിങ്ങിലൂടെ കണ്ടെത്താനാകും. ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളും അതുപോലെയുള്ള ജന്മന ഉള്ള ഹൃദ്രോഗങ്ങളും 50% ഇത്തരം സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. കുഞ്ഞിൻ്റെ തലച്ചോറ് വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നു. ഇതുമൂലം തലച്ചോറിലുണ്ടാകുന്ന അസാധാരണമായ വളർച്ചകളും മറ്റും അനോമലി സ്കാനിലൂടെ നമുക്ക് തിരിച്ചറിയാം. നാഡീവ്യൂഹങ്ങൾ, ചെറുനാഡികൾ, എല്ലുകൾ എന്നിവയുടെ നിരീക്ഷണം എളുപ്പമാക്കുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ വിരലുകൾ, കൈകാലുകൾ, ഇവയിലെ ചെറുഅസ്ഥികൾ പോലും അടുത്ത് കാണാനായിട്ട് നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കഴിയും. അതുപോലെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. കുഞ്ഞിൻ്റെ കിഡ്നി പ്രവർത്തനം, മൂത്രവിസർജനം എന്നിവ നോർമലാണോ എന്നും നോക്കാൻ കഴിയും. കുട്ടിയുടെ വയറിലും ആന്തരിക അവയവങ്ങളിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കാണാം. അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് യഥാസ്ഥാനത്ത് തന്നെയാണോ എന്ന് അനോമലി സ്കാനിങ്ങിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കുഞ്ഞിൻ്റെ സ്ഥാനം മാറുന്നത് സുഖപ്രസവത്തിന് തടസ്സമായേക്കാം. എന്ന സാഹചര്യത്തിൽ സിസേറിയൻ വേണ്ടി വരുമോ എന്നും മുൻകൂട്ടി അറിയാനും ഇത്തരം സ്കാനിങ്ങിലൂടെ സഹായിക്കും. കാരണം പ്ലാസൻ്റയുടെ ഒക്കെ പൊസിഷൻ മാറിയാലും ചിലപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി നടക്കണമെന്നില്ല. ഡെലിവറി എടുക്കുമ്പോഴത്തേക്കും ചിലത് മാറും. എന്നാലും ഈ പ്ലാസൻ്റയുടെ ഒക്കെ പൊസിഷനും അതുപോലെ അംബിലിക്കൽ കോഡ് എല്ലാം, പൊക്കിൾ കൊടിയുടെയും അതുപോലെ ഫ്ലൂയിഡ് ലെവൽ, അംനിയോട്ടിക് ഫ്ലൂയിഡ് ലെവൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും കാര്യമായ തകരാറുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തക്കതായ മരുന്നുകളോ മാർഗങ്ങളോ ചികിത്സകളോ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അനോമലി സ്കാൻ മറ്റു അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ പോലെ തന്നെയാണ് എടുക്കുന്നത്. ഇതിന് വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ റിലാക്സ് ആയിട്ട് കിടന്ന് ഒരു 20 to 30 minutes ആണ് ഇതിൻ്റെ ടൈം. പിന്നെ ഇനി ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കുന്നു. അനോമലി സ്കാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ അനോമലി സ്കാൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. കുഞ്ഞിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, അളവുകൾ, അമ്നിയോട്ടിക് ദ്രവത്തിൻ്റെ അളവ്, പ്ലാസൻ്റയുടെ സ്ഥാനം, കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതികൾ, സൈസ്, വളർച്ച, വികാസം, ചെറുതു മുതൽ ആയിട്ടുള്ള വൈകല്യങ്ങൾ എന്നിവ അനോമലി സ്കാനിലൂടെ നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് നമുക്കെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അനോമലി സ്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അനോമലി സ്കാനിൽ എന്തൊക്കെ ചെയ്യുന്നു, എപ്പോഴാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്താലുള്ള ഗുണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.